16 വരെയുള്ള വചനങ്ങൾ. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടിന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പിറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. വ്യൂഹസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ സങ്കീർത്തനം 91 രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ്? കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. ഉടനെ തന്നെ പറയുന്ന വചനഭാഗം ഇങ്ങനെയാണ്: അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിനെ മുറിയെ പിടിക്കാൻ പോകുമ്പോ പിശാച് നമ്മളെ ആക്രമിക്കാൻ തീർച്ചയായും നല്ല ശക്തിയോടെ വരും. വെറുതെ വരികയല്ല, നല്ല ശക്തിയോടുകൂടെ വരും. അതാണ് ഉടനെ തന്നെ 3-ാമത്തെ വചനം അങ്ങനെ പറയുന്നതിന്റെ കാര്യം. അത് ആ വചനം വായിക്കുമ്പോൾ നമ്മള് ഈശോ പറഞ്ഞ ഒരു ചിന്ത തന്നാണ്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുത്തെ സ്നേഹം വലയം ചെയ്യും എന്ന് പറയുന്നുണ്ട്. വലയം ചെയ്യാൻ കാരണം എന്താണ്? ദുഷ്ടൻ അവനെ നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു അടയാളമാണ്, അല്ലേ? നമുക്ക് നല്ല ഉറപ്പുണ്ട്, അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എപ്പോ വേണമെങ്കിലും അപകടം നമ്മളെ പിടികൂടാം. നമുക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിന് യാത്ര ചെയ്യാൻ പാടില്ല. ഇപ്പോ ഒരു സമയത്ത് അത് കൂടുതലത് ഇപ്പോ 2 പേർക്കും, ഇവിടെ എറണാകുളത്തൊക്കെ 2 പേർക്കും, ചില സ്ഥലങ്ങളിലൊക്കെ 2 പേരും വെക്കാണ്ടൊക്കെ പോണത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടി അങ്ങനെ പറയണത്? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെ, അല്ലാതെ സർക്കാരിന്റെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഒരു ജീവൻ ചിലപ്പോ മരണപ്പെടാൻ കാരണമാകുന്ന സമയം അതിജീവിക്കുവാനായിട്ട് ആ ഉപകരണം സഹായിക്കും. ചിലപ്പോ ആ വീടിന്റെ ആകെ ഒരു അത്താണിയായിരിക്കാം, ആകെ ഉള്ളൊരു സഹായമായിരിക്കാം അങ്ങനെ മരണപ്പെട്ടു പോകുന്നെങ്കിൽ അതിന് ഒരു സൊല്യൂഷനും കൂടിയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ തരണം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നത്, അല്ലെ? അപ്പൊ അതിപ്പോ 2 പേരും വണ്ടിയിലിരുന്ന വെച്ചാൽ തലക്ക് അപകടം വന്ന്, നമുക്ക് കൈക്കോ കാലിനൊക്കെ അപകടം വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ. പക്ഷെ തലക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാലോ, നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് സക്സസ് ആകണമെന്ന് നിർബന്ധമില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഹെഡ് എപ്പോഴും സേഫ് ആയിരിക്കണം. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയമായ ഹെഡ് എപ്പോഴും സേഫ് ആയിരിക്കണം, അല്ലെ? അതിന് നമുക്ക് സ്വന്തമായ ആത്മീയ ഹെഡ് സേഫ് ആക്കാൻ നമുക്ക് സ്വയമേവ കഴിവുണ്ടോ? ആത്മീയ തല സുരക്ഷിതത്തില് നിർത്തുവാനായിട്ട് നമുക്ക് സ്വയമേവ ഒരിക്കലും സാധിക്കില്ല. നമുക്ക് പ്രാർത്ഥന ചെയ്യാൻ, അല്ലെങ്കിൽ
ഒരുപാട് വരങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും, ഒരുപാട് കൃപകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്താണ് നമ്മളുടെ ആത്മാവിന്റെ ദുരിതം, അതായത് കൂടുതൽ ദൈവവുമായിട്ട് ഐക്യപ്പെടുന്ന ആള് എപ്പോഴും പിശാചിന്റെ ഭീകരമായ ആക്രമണത്തിന് ഇരയാകും. അല്ല, എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം പൈശാചികമായ ആക്രമണങ്ങൾ പിശാച് വിശുദ്ധയോട് ചോദിക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ എന്തായാലും നീ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞേക്കണാണല്ലോ, നീ രക്ഷപ്പെട്ടോ, നീ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭീകരമായി ആക്രമിക്കുന്ന ഒരു അവസരമുണ്ട്. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് സേഫ് ആകാൻ പറ്റുമോ? പറ്റുമോ? കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നില്ലേ? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഒരു ബോധ്യത്തോടു കൂടെയുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന്റെ അടുത്ത അധ്വാനം എന്തായിരിക്കും? മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുക. മറ്റുള്ളവരെയും കൂടി സേഫ് ആക്കണം, സുരക്ഷിതരാക്കണം. ഇല്ലെങ്കിൽ അവര് നശിഞ്ഞു പോകും. ആത്മാക്കളെ കുറിച്ചുള്ള ഒരു വേദനയാണ് ആദ്യത്തെ ഒരു മിഷൻ. മനുഷ്യന്റെ ആത്മാവിൽ ദൈവം കൊളുത്തുന്ന തീ, അല്ലേ? ആണോ? അത് കഴിഞ്ഞിട്ടേ ഉള്ളു അടുത്ത തീ. അപ്പൊ നമ്മളില് ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു തരിമ്പുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരിക്കലും സ്വയം സേഫ് ആകാൻ, സുരക്ഷിതരായിരിക്കുവാൻ നമ്മൾ ശ്രമിക്കില്ല. അങ്ങനെ സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവകൽപ്പന ലംഘിക്കുന്നു എന്നുള്ളതാണ്. എന്താ കാര്യം? ഈശോയുടെ രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇത് എന്താണ്? ഏത് സ്നേഹത്തിലാണ്? ദൈവസ്നേഹത്തിൽ നിന്നും വരുന്ന ഒരു നിയമമാണ് അത്. ഞാൻ ദൈവത്തെ പൂർണ്ണ ആത്മാവും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നു. അത് പാലിക്കുന്നു. ഈ പാലിച്ചു കഴിഞ്ഞാല് നമുക്കെന്താ അടുത്ത നമ്മളിലുള്ള മാറ്റം എന്ന് പറഞ്ഞാല്, ദൈവമേ, അവര് രക്ഷപ്പെടുന്നില്ലല്ലോ, അവർ ദൈവത്തെ അറിയുന്നില്ലല്ലോ, അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ലോ, അവർ ആരാധിക്കുന്നില്ലല്ലോ, ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, അവരും രക്ഷപ്പെടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആത്മാവിനെ കൊണ്ടെത്തിക്കുവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. കാരണം ആരാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്? പരിശുദ്ധാത്മാവാണ്, അല്ലേ? കേൾക്കാവോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാതെ ഒരിക്കലും നമ്മളിലുള്ള തിന്മ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ മറ്റുള്ളവരുടെ ബലഹീനതകൾ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സങ്കീർത്തകൻ പറയുന്നത് എന്താ? കർത്താവാണ് എന്റെ കോട്ടയും എന്റെ സർവ്വതും. സർവ്വതും എന്ന് പറഞ്ഞാല് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ദൈവമാണെന്ന് അറിഞ്ഞിരിക്കെ ആ വ്യക്തിക്ക് ഉടനെ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ആൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ദൈവമാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്, അല്ലാണ്ട് നമ്മളുടെ ആത്മാവിലുള്ള വിശുദ്ധിയൊന്നും അല്ല. ആണോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? നമുക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. കാരണം നമ്മളിലുള്ള ദൈവാത്മാവ് നമ്മളെ അതിനെ സഹായിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ ആ ഒരു റൂട്ടിൽ. അപ്പൊ ദൈവത്തിന് അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു കാര്യത്തില് ഒരു ചെറിയ ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വരുത്തണം. അപ്പോ നമുക്ക് അതുകൊണ്ടാണ് ഈ അതായത് ഞാൻ എന്റെ കോട്ടയും എന്റെ അഭയവും മുഴുവനും ദൈവമാണെന്ന് പറഞ്ഞ ദാവീദിനെ പോലെ നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ എന്താ അടുത്ത് വരാൻ പോകുന്നത്? എന്താ? മഹാപീഡകളാ, പരീക്ഷണങ്ങളാ. പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് പിന്നെ സുഖജീവിതമൊന്നുമല്ല, വലിയ ആർഭാട ജീവിതമൊന്നുമല്ല. എല്ലാ വഴികളും മുള്ളും കിരീടം ധരിച്ച ഈശോയെയും സംരക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ അമ്മ പതറാതെ, അടിപതറാതെ, ഉത്കണ്ഠപ്പെടാതെ, ഭയമില്ലാതെ സധൈര്യം മുന്നോട്ട് പോയത് കൊണ്ടാണ് പിശാചിന് മറിയത്തെ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തകർക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരിക്കൽ പോലും മറിയത്തിന്റെ മുമ്പിൽ പോലും വരാൻ ധൈര്യം ഇല്ലാത്ത ഒരാളാണ് പിശാച്. കാരണം മറിയത്തിന്റെ പേര് കേൾക്കുന്നതിന് പിശാചിന്റെ പേടിയാണ്. കാരണം അത്രയും പ്യുവറാണ് ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ആഴം. അപ്പൊ നമ്മളിലും അതിന്റെ ഒരു ഏറ്റവും ചെറിയ കണിക അതിൽ തന്നെ പൂർണ്ണതയുണ്ടെങ്കിൽ പിശാചിന് നമ്മുടെ അടുത്തേക്ക് വരാൻ പേടിയുണ്ടാവും. കാരണം എന്താ? അവൾ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പക്ഷെ മാത്രമല്ല
സ്നേഹിക്കുക ആരാധിക്കുകയും ചെയ്യണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും ആത്മാവിന്റെ അഭിഷേകത്തിലും ആയിരിക്കുന്ന ഒരു ആത്മാവിന്റെ അടുത്തേക്ക് പിശാച് വരാനായിട്ട് പലതരത്തിൽ ചിന്തിക്കും. മറിയം ത്രേസ്യയുടെ അടുത്തേക്ക് ഈശോയുടെ രൂപത്തില് പിശാച് വന്നപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ഈശോയാണെന്ന് പറയും. അപ്പോ എന്നാല് നിന്റെ കൈകൾ കാണിച്ചു തരിക എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൈകൾ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഈശോയുടെ കയ്യിലുള്ള പോലത്തെ മുറിപ്പാടുകളില്ല അല്ലെ. തോമസ് ലീഹയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോ എന്തുണ്ടായിരുന്നു? മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ മുറിപ്പാടില്ലാതിരിക്കും. അപ്പോ മറിയം ത്രേസ്യക്ക് നല്ല ബുദ്ധി, ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ തന്നെ വിചാരിച്ച് അവിടുന്ന് എസ്കേപ്പ് ആയിപ്പോയി. ഇതാണ്, അത്രമാത്രം കോൺഫിഡൻസ് വേണം. അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളിപ്പോ ഈശോയാണെന്ന് പറയുമ്പോ നമ്മളപ്പൊ തന്നെ ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മുടെ എല്ലാ നാടികളും തളർന്നൊടിഞ്ഞ് ചിലപ്പോ ഈശോയാണല്ലോ അല്ലെ നമ്മൾ കണ്ടിട്ടില്ല, അടുത്തേക്ക് വരികയാണ്. പിന്നെ അപ്പൊ തന്നെ നമ്മുടെ കഴുത്തിരിക്കാനായിരിക്കും നോക്കുന്നത്. പക്ഷെ അതാണ്, സർപ്പത്തെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നമ്മള് നിഷ്കളങ്കരായിരുന്നാലും മാത്രമേ ഏത് പിശാചിനെയും തുരത്താനായിട്ട്. അപ്പൊ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് പിശാച് അകന്നു നിൽക്കുന്നതല്ല, വളരെ അടുത്ത് നിൽക്കുവാനും അവന്റെ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും അക്ഷീണം പരിശ്രമിക്കും. പക്ഷെ അവൻ പരിശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ, ശ്രമങ്ങളെല്ലാം വെറുതെ ആയി പോകും. മനസ്സിലായോ? നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഓമന ബെഞ്ചമിൻ വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വാഗ്ദാനം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ് അല്ലെ. അപ്പൊ ഈ വാഗ്ദാനങ്ങള് എപ്പോഴും ടൈമിങ്ങില് പ്രവർത്തിക്കമാക്കണതിന്റെ ഒരു ശക്തി എവിടുന്നാ വരുന്നത്? പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതുകൊണ്ടാണ് അല്ലെ. പരിശുദ്ധാത്മാവ് സഹായിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെ. എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിന്റെ മണിമുഴക്കം അല്ലെങ്കിൽ ദൈവം നമുക്ക് ഇന്ന് വരെ തന്നിരിക്കുന്ന ഓരോ നന്മകളും നമ്മളിൽ നിലനിർത്തിയിരിക്കുന്നതും നമുക്ക് ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ് അല്ലെ. പരിശുദ്ധാത്മാവിനെയാണ് ദൈവം, അങ്ങനെയാണ് ദൈവം തന്നിരിക്കുന്നത് അല്ലെ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അടുത്ത ആള് വരാനായിട്ടുള്ള തയ്യാറെടുത്തിരിക്കുകയാണ്. ആര്? നമ്മളെ സഹായിക്കും. ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ആർക്ക്? ഈശോയുടെ ആത്മാവിന്. അപ്പൊ അത്രയും വലിയ തീഷ്ണതയോടുകൂടെ നമ്മളെ സഹായിക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ച പരിശുദ്ധാത്മാവ് ആരാണ് യഥാർത്ഥത്തില്? മറിയത്തിന്റെ മണവാളനാണ് അല്ലെ. മറിയത്തിന്റെ മണവാളൻ, അതായത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്ന് പറയുന്നത് മറിയത്തെ ആണെങ്കിൽ മണവാളനാരാണ്? പരിശുദ്ധാത്മാവാണ് അല്ലെ. മണവാളൻ പരിശുദ്ധ മറിയത്തിന്റെ മണവാളൻ പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി
ആരാണ്? മറിയമാണ്. പരിശുദ്ധ അമ്മ മറിയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയമില്ല. കാരണം ഈ അമ്മയുടെ സഹായത്താലാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മള് ഏറ്റവും ചെറിയ കാര്യങ്ങളായപ്പോ ഇപ്പൊ നമ്മള് കിച്ചണിൽ കയറുന്ന പോലെയല്ല മറ്റൊരാള് കിച്ചണിൽ കയറുന്നത്. നമ്മള് വീടുകളിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന പോലെയല്ല, നമ്മള് ഓരോ ഓർഡർ ആക്കി വെച്ചിരിക്കുന്ന പോലെയല്ല. നമ്മള് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ തന്നെ വേണ്ടി വരുന്നതിന്റെ കാര്യം എന്താണ്? നമ്മളാണ് അതിന്റെ കൈകാര്യം ചെയ്യുന്ന ആള്, അതെ. അല്ലെ? നമ്മളാണ് ആ വീട്ടിലെ ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആള്. ഇതുപോലെയാണ് ഒരാത്മാവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് അതുപോലെ ആഗ്രഹിക്കുന്നവർക്കാണ് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മള് ഇപ്പൊ ഇന്ന് ഒരാഴ്ചത്തേക്ക് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് നടക്കൂ? നമ്മൾ ഒരാഴ്ചത്തേക്ക് പ്രാർത്ഥന ഒന്നും നടക്കില്ല. ഫ്രീ ആയിട്ട് ഒരാഴ്ചത്തേക്ക് പ്രാർത്ഥനയുമായിട്ട് ലീവ് എടുക്കാൻ പോവാണ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നടക്കൂ? ഇല്ല. ഒരിക്കലും നടക്കില്ല. നമുക്ക് 1 മണിക്കൂർ പോലും അങ്ങനെ ഒരു ചിന്ത പറയാൻ മാത്രമേ പറ്റുള്ളൂ, അത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്? നിയന്ത്രണം ആരുടെയാണ്? പരിശുദ്ധാത്മാവിന്റെ കയ്യില്. ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ് നമുക്കതിന് സാധിക്കും. അപ്പൊ നമ്മളുടെ സ്വാതന്ത്ര്യം ആരുടെ കയ്യിലാണ്? പരിശുദ്ധാത്മാവിന്റെ കൈകളിലാണ്. അപ്പോ നമുക്ക് സങ്കടം വരുമ്പോ ആരാണ് അത് നിയന്ത്രിക്കുന്നത്? പരിശുദ്ധാത്മാവ്. സന്തോഷം വരുമ്പോ അത് ക്രമീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പൊ എല്ലാത്തിന്റെ ഈ ക്രമീകരണം, അതായത് നമ്മൾക്ക് അറിയില്ല അത്രമാത്രം വലിയൊരു ശക്തിയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? അതായത് സകലത്തിന്റെയും സ്രഷ്ടാവും ദൈവമായ കർത്താവിന്റെ 3ാമത്തെ ശക്തി തന്നെയായ പരിശുദ്ധാത്മാവിന്റെ കൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിക്കൂ? വിശ്വസിക്കാതെ വേറെ ഒരു നിവൃത്തിയില്ല, അല്ലെ? ഇപ്പൊ നമുക്കൊരു വിഷമമുണ്ട്, വേദനയുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ഈശോ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത് ചോദിക്കുമ്പോ തന്നെ നമുക്ക് എവിടെന്നോ ഒരു എന്താണ് നമ്മുടെ ആ എല്ലാ സങ്കടങ്ങളും ഈശോ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയുള്ളൊരു വാക്കിൽ എല്ലാം അലിഞ്ഞു പോകുന്ന ഒരു മനസ്സിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകാനുണ്ട്. അധികം സമയമൊന്നും വേണ്ട, അല്ലേ? അതേസമയം മക്കൾ കൂടെ ഉണ്ടല്ലോ, അവര് കൂടെ ഉണ്ടല്ലോ, ഇവര് കൂടെ ഉണ്ടോ, അപ്പൊ നമ്മ പറയും അവരൊക്കെ ഉണ്ടായിട്ടൊരു കാര്യമില്ല പറയൂലേ? അവരൊക്കെ ഉണ്ട്, എല്ലാവരും നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഇവരെയൊക്കെ നമുക്ക് പക്ഷെ കാണാൻ പറ്റും, ഈ ഹോളി സ്പിരിറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ഒരു കൃപയുള്ള ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തന്നെ അത്ഭുതമാണ്. കൂടെ ഉണ്ടല്ലേ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് പോകാം എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് തന്നെ ഒരു തോന്നലോടുകൂടെ, തോന്നലല്ല റിയാലിറ്റിയാണ്, പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഈ തോന്നലുകൾ മാത്രമായിരിക്കും, അല്ലെ? എല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളെപ്പോഴും തോന്നലുകളായിട്ട് അനുഭവിക്കാനായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെ? മുഴുവനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ശരീരം അത് അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെ? നമ്മളുടെ ശരീരം പരിശുദ്ധാത്മാവിനെ എന്താണ് അത്രമാത്രം ഇൻവോൾവ് ആവണമെങ്കിൽ നമ്മളുടെ ശരീരം അത്രമാത്രം വിശുദ്ധമായിരിക്കണം, അല്ലെ? ആണോ? അത്രമാത്രം വിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് ഈ തോന്നലുകൾ മാത്രമാണ് നല്ലത് ഒരു തരത്തില്, അല്ലെ? അതിന് ആ ഒരു ചിന്ത തന്നെയാണ് നമ്മളെ കൂടുതലും നല്ലതാക്കുന്നത്, അതായത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇല്ല, അതേസമയം നമ്മൾ ഹോളി സ്പിരിറ്റിനെ നമുക്ക് അടുത്തറിഞ്ഞൊരു ജീവിതമാണെങ്കിൽ നമ്മൾ പരമപരിശുദ്ധിയെ കുറിച്ചുള്ള ചിന്തകളിലും ജീവിതങ്ങളിലും ഒരേ നല്ല ഒരു 100% തന്നെ ആയിരിക്കുവാനായിട്ട് നമ്മൾ അക്ഷീണം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയും ഇവർക്ക് ഭ്രാന്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഭ്രാന്തായതാന്ന് പറയും, അല്ലേ? അറിയില്ലേ? 100% പറയാൻ ആളുകളൊക്കെ ഉണ്ടായി, ചിലപ്പോ പറയില്ല. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, പ്രാർത്ഥിച്ച് വട്ടായെന്നാ തോന്നണത്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ, നമുക്ക് സഹിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ നമ്മളോട് നേരിട്ട് പറയൂല,
പറയോ? പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വിഷമിക്കുമോ എന്നതിന് എന്റെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഓരോരുത്തർ. പക്ഷെ പുറത്തിറങ്ങി പറയാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മളോട് പക്ഷെ നേരിട്ട് പറയില്ല. നമ്മളോട് ചിലപ്പോൾ പറയാൻ പേടിയായിട്ടായിരിക്കും. കാരണം ചില പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് നേരിട്ട് മുട്ടാൻ ഇച്ചിരി പേടിയുണ്ടാവും അല്ലേ? പേടിയുണ്ടാവില്ലേ? എനിക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലവര് മുട്ടാൻ വരും, പക്ഷെ മുട്ടാണ്ടൊക്കെ പോണത് കണ്ടിട്ടുണ്ട്. നമ്മളെ ശക്തി ഉള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ പവർ കണ്ടിട്ടാ അല്ലെ? അപ്പോ ഇതാണ്, അതായത് നമ്മളിലുള്ള ഈ ഹോളി സ്പിരിറ്റിനെ നമ്മള് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ മറിയം പറഞ്ഞതുപോലെ, മറിയം ജീവിച്ചതുപോലെ മറിയത്തിന്റെ കൃപയിലൂടെ നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. അതാണ് മറിയത്തിന്റെ ഒരു പഠനം. അതാണ് മറിയം നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യം. അതായത് വേറൊരു പഠനമില്ല, വളരെ സിമ്പിൾ ആണ്. ഈശോ തന്ന ആത്മാവ്, ഈശോ തന്ന അതായത് ദൈവം അനുവദിച്ചെന്ന ലാവിഷായിട്ട് തന്നിരിക്കുന്ന ദൈവത്തിന്റെ, അതായത് എത്ര അധികമായി ചോദിക്കുന്നു അത്ര അധികമായി, അളന്നല്ല കൊടുക്കുന്നതെന്നല്ലേ പറയണത്. അപ്പോ ഞാൻ എന്തോരം ചോദിക്കുന്നു അതനുസരിച്ച് നമുക്ക് ദൈവം തരും. ഈശോ തന്നിരിക്കുന്ന വചനഭാഗം തന്നെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം തന്നെയാണ്. ഇത് ഹോളി സ്പിരിറ്റിന്റെ ഒരു നയിക്കല് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ വേറെന്തോ പറയാനാണ് എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ പറഞ്ഞു പോയത് മുഴുവനും ഹോളി സ്പിരിറ്റിനെ കുറിച്ചായിരുന്നു അല്ലെ? അപ്പൊ ഇപ്പോഴും പറഞ്ഞു തരുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അപ്പൊ സ്വീകരിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റാത്തത്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സഹായവും മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു നന്മ ചെയ്യണം, നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ ഒരു നന്മ? അതായത് വെറോനിക്ക തന്റെ സർവശക്തി ഉപയോഗിച്ചിട്ടാണ് തന്റെ ഈശോയെ, തന്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ സഹായിക്കാനായിട്ട് ക്ഷീണം ആഗ്രഹിച്ചു. പലപ്പോഴായിട്ട് ഈ സാത്താന്റെ മക്കളെ പോലെ ജീവിക്കുന്ന ഈ പട്ടാളക്കാരുടെ അവരുടെ കൈയും കാലും കണ്ടാൽ തന്നെ പേടിച്ചോളൂ. അതുപോലത്തെ, പിന്നെ മുഖം കാണാൻ പിന്നെ പറയണ തലയിറങ്ങി വീഴും. അതുപോലത്തെ രാക്ഷസന്മാരായിരുന്നു ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരായ പടയാളികൾ. അപ്പോ ഈ വ്യക്തികളുടെ ഇടയിൽ കൂടി ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീ കടന്നു വരിക എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വയമേവ സാധിക്കില്ല. അതുകൊണ്ടാണ് സ്നേഹം പ്രതിബന്ധത്തെ മാറ്റുന്നു. അപ്പൊ ഈ സ്നേഹം, റിയൽ ലവ് എവിടെന്നാ വരുന്നത്? ഈ പരിശുദ്ധാത്മാവിൽ നിന്നല്ലാതെ ഒരിക്കലും യഥാർത്ഥ സ്നേഹം വരില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും പറയും, നീ എന്തിനു ക്ഷമിക്കണം? നീ അല്ലല്ലോ തെറ്റ് ചെയ്തത്, നീ അല്ലല്ലോ കാരണം, നീയാണോ അത് അങ്ങനെ പറഞ്ഞത്? അവരല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ അതിനങ്ങനെ നിൽക്കുന്നേ എന്ന് പറയും. അപ്പോ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും, പോട്ടെ മോളെ, കാരണം ഒരു തെറ്റും ചെയ്യാണ്ടല്ലേ ഈശോ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തത്. നീ ഈശോയെ സ്നേഹിക്കുന്നില്ലേ? അപ്പോ ഈശോ പറയുന്ന അനുസരിക്കണ്ടേ? ഈശോ ചെയ്തതൊക്കെ നീ കണ്ടതല്ലേ? ഈശോ നമുക്ക് വേണ്ടി സഹിച്ചതല്ലേ? അപ്പൊ ഈശോയെ സ്നേഹിക്കുന്ന നീ അത് തന്നെയല്ലേ ചെയ്യേണ്ടത് എന്ന് ഉള്ളിലിരിക്കുന്ന ഹോളി സ്പിരിറ്റ് പറയും. തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നമ്മള്. ഇവിടെയാണ് ട്വിസ്റ്റ് ആവണത് നമ്മളുടെ. പിന്നെ അടുത്ത തീരുമാനം, രണ്ട് പിശാചും ദൈവവും ഒരേപോലെ ഓരോ ആ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ സംസാരിക്കും. അപ്പോ എന്ത് സംഭവിക്കും? ഇത് ഞാൻ സ്വീകരിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് സ്വീകരിക്കുന്നതിൽ ഒരു സെക്കൻഡ് പോലും നമ്മള് വെയിറ്റ് നഷ്ടപ്പെടുത്തില്ല. പക്ഷെ അതേസമയം നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിയും നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും നമ്മുടെ ഉള്ളിലുള്ള പലവിധ അഹങ്കാരവും നമ്മളെ മുമ്പിലിട്ട് വലിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് അങ്ങനെ പറയും, ഞാനാ സഹിച്ചത്, ഞാനാ കിടന്ന് അനുഭവിക്കും, ഞാനാ അപമാനിക്കപ്പെട്ടത്. ദൈവം ചോദിക്കുന്നവരോട് ചോദിക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ എന്ത് സംഭവിക്കും? ദൈവം അവിടെ സൈലന്റ് ആവും, നമ്മള് വഴി പിശാച് വൈലന്റ് ആവും. അവസാനം ആര് ജയിക്കും? പിശാച് ജയിക്കും. അപ്പൊ നമ്മള് ദൈവത്തെ കുറ്റം പറയും, ദൈവം എന്നെ സഹായിച്ചില്ലല്ലോ എന്ന്.
ദൈവത്തെ എപ്പോഴും കുറ്റം പറയും. ദൈവം അവിടെ സഹായിക്കാൻ വന്നു, പക്ഷെ നമ്മൾ ആ സഹായം സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം നിസ്സഹായ അവസ്ഥയിൽ നമ്മളെ പ്രതി ആ സമയം വേദനയോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. ആ വേദനയോടുകൂടി ഇരുന്ന സമയം പിശാച് ഇടിച്ചു കയറി നമ്മളുടെ ദൈവിക സ്വാതന്ത്ര്യത്തെ അവൻ അടിച്ചു മാറ്റിയിട്ട് അവന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മളെ ഉപയോഗിക്കും. അപ്പൊ ഇത് പിശാചിന് ഒരിക്കലും ഒരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളുടെ ചിന്തയാണ്, നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ മേലുള്ള എല്ലാ മേഖലകളിലെയും സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടാണ് അത് തീരുമാനങ്ങളിലേക്ക് എത്തുന്നതും അത് നടപ്പാക്കുന്നതും. അതുകൊണ്ടാണ് ദൈവം പറയുന്നതിന്റെ കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാല് വേറൊരു കാര്യമുണ്ട്, നമുക്ക് ദൈവിക സ്വാതന്ത്ര്യമാണ് ഉള്ളത്. മനസ്സിലായോ? ദൈവത്തിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ കുറച്ചൊക്കെ മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ സംസാരങ്ങള്, പ്രവൃത്തികള്, ചിന്തകളൊക്കെ കുറച്ചുകൂടി ദൈവികമായ അവസ്ഥയിലേക്ക് ഡെവലപ്മെന്റ് ആകും. അല്ലേ? ആവോ? അതെ. അത് ആ മാറ്റങ്ങൾ വരുന്നതിന്റെ ഒരു അടയാളം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അർത്ഥമാണ്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് 19-ാമത്തെ 20-ാമത്തെ അധ്യായത്തില് 19 തുടങ്ങി വായിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്നവരുടെ മധ്യേ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എങ്ങനെയാണ് ഈ ഭയന്ന് സഹീറുടശാലയിൽ ഇരിക്കുന്ന സമയത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു അവരുടെ മധ്യ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ എന്തുകൊണ്ടാണ് സമാധാനം നമുക്കില്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിലുള്ള പലവിധ ഭയവും ഉത്കണ്ഠയും ഉള്ളത് കൊണ്ട് ദൈവം അവരുടെ ഇടയിലേക്ക് വന്നത്. ശിഷ്യന്മാര് ഭയപ്പെടുക എന്ന് പറഞ്ഞാല് പിശാചിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അല്ലേ? ആണോ? ദൈവത്തെ ഇത്രമാത്രം മുട്ടി ഉരുമി നടന്ന മനുഷ്യരായ ശിഷ്യര് ഇത്രമാത്രം പേടിച്ചരണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നത് പിശാചിനറിയാം. അപ്പൊ അവരിൽ എന്തോ ഒരു സംഭവം പിടികൂടിയിട്ടുണ്ട്. കാരണം അവരുടെ ജീവനെ അവർക്ക് രക്ഷിക്കണം. ജീവന്റെ മേൽ അവർക്ക് എന്തുണ്ട്? ഭയമുണ്ട്. അപ്പോ ഇത് സംഭവിച്ചു. അവർ കഥ കടച്ച് ഒളിച്ചിരുന്ന് ഇരിക്കുന്ന സമയത്താണ് ഈശോ അവരുടെ ഇടയിലേക്ക് വന്നത്. യേശു അവരോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്ന? ഒരു വലിയൊരു ട്വിസ്റ്റാണ്. അതായത് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. അതായത് ഈശോ വന്നിട്ട് വാതിൽ തുറന്നിട്ട് നിങ്ങൾ പോവും, ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നു. അപ്പൊ ഇവരുടെ അവസ്ഥ എന്താണ്? പേടിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ ഒരു പേപ്പട്ടീനെ കണ്ട് പേടിച്ച് ഓടി ഞാൻ വീട്ടിലോട്ട് കയറി. പക്ഷെ ആ വീട്ടിലെ ആള്, പട്ടിയുടെ ആള് വരുമ്പോ പറയും കുഴപ്പമില്ല, കടിക്കൂല എന്നൊക്കെ പറയും. നമ്മൾ ഇറങ്ങോ? ഇല്ല. പട്ടീനെ അവര് കൂട്ടിലാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങൂല. കാരണം എന്താ? പട്ടിയുടെ കടി നമുക്ക് പേടിയാണ്. അല്ലെ? പട്ടിയുടെ അവസ്ഥ, പട്ടി ക്രൂരമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നതും ആ പേടിയൊക്കെ നമുക്ക് നല്ല അനുഭവം കിട്ടിയേക്കണോണ്ട് പട്ടി കടിക്കാൻ വേണ്ടി തന്നെ ഓടിച്ചിട്ടതിന്റെ പേടി നമ്മളിങ്ങനെ കതച്ച് നിൽക്കുകയാണ്. പറയില്ല, കുഴപ്പമില്ല, ഞങ്ങൾ പിടിച്ചോളാം, പട്ടി ഒന്നും ചെയ്യൂല, നമുക്ക് പൊയ്ക്കോ എന്ന് പറയും. പക്ഷെ നമ്മൾ പറയില്ല, നമ്മൾ പോകില്ല. കാരണം ആ പട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായാലും. ഇതുപോലെയാണ് ഇവര് യഹൂദരാകുന്ന ഈ എന്താണ് കഠിന ഹൃദയരായ അവസ്ഥയിലുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് ഈശോ ഈ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്ന സമയമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഈശോ ആദ്യം പറഞ്ഞിട്ട് ഓഫർ ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം. ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞതിന്റെ കാര്യം അവര് ഭയപ്പാടോടുകൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആദ്യം വേണ്ടത് എന്താണ്? ദാഹിച്ചു വരുന്നവനെ ഇത്തിരി ഭക്ഷണം കഴിക്കുന്നല്ല പറയണെന്ന്, വെള്ളം കുടിക്കുന്ന തന്നെ പറയണം അല്ലേ? വെള്ളം തന്നെ കൊടുക്കണം, എന്നാൽ അവർക്ക് ആ ഒരു അവസ്ഥയില് അത് റിക്കവർ ആകുള്ളൂ. അപ്പൊ ഈശോ ആ സമാധാനത്തിന്റെ ഒരു ആത്മാവിനെ അങ്ങോട്ട് കൊടുത്തു. അപ്പോഴാണ് ഈശോ പറയുന്നത്, പിതാവ് എന്നെ അയച്ചു. എന്തിനു വേണ്ടി അയച്ചത്? സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് അല്ലെ? അതിന് ഈശോ തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഈശോ
പിതാവായ ദൈവം ഈശോയെ അയച്ചപോലെ തന്നെയാണ് ശിഷ്യന്മാരെയും അയക്കാനായിട്ട് അയക്കണം. ഈശോ ആഗ്രഹിക്കുന്നതും അയക്കുന്നതും. അപ്പോ ആ സമയത്ത് എന്താ വേണ്ടത്? ഇവരുടെ ഭയം മാറാനായിട്ട് എന്ത് വേണം? അവർക്ക് സമാധാനം ആ പരിശുദ്ധാത്മാവിനെ വേണം. ഭയത്തിന്റെ ശക്തിയെ നിർവീര്യമാക്കുന്ന ഒരു സ്ട്രെങ്ത് വേണം, ആത്മാവിന്റെ ഒരു അഭിഷേകം വേണം, അല്ലേ? ആത്മാവും ശരീരവും ഒരുപോലെ സങ്കടപ്പെട്ടും ദുരിതപ്പെട്ടും ഭയപ്പാടോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറേ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അത് ഇത് ചെയ്യുന്ന പറഞ്ഞ ഒരു കാര്യമില്ല. കാരണം എന്താ, അവൻ വളരെ എന്താണ് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. വിഷമം മാറ്റണം, ബുദ്ധിമുട്ട് മനസ്സിന്റെ തലങ്ങളിൽ, അതായത് തന്റെ ഗുരുവിനെ തൂക്കിക്കൊന്നത് അവർ കണ്ടതാണ്. അപ്പൊ അത്രയും ഭയത്തോടു കൂടെ, കാരണം സർവശക്തിയുള്ള ദൈവത്തെ അങ്ങനെ ചെയ്തെങ്കിൽ ഇവര് ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരെ എന്ത് ചെയ്യും എന്നുള്ളത് യഹൂദരുടെ മുമ്പിൽ ഈ ശിഷ്യന്മാർക്ക് വലിയ ഭയമായിരുന്നു. പുറത്തിറങ്ങാൻ പേടിയാ, കാരണം അവരെ ഈശോയെ കൊന്ന പോലെ തന്നെ കൊല്ലുമോ എന്ന് പല പല ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈശോ തന്നെ വന്ന് പറയുകയാണ്, എന്താ നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം എന്ന് പറയുമ്പോഴും ഇവരുടെ ഉള്ളിലുള്ള ഈ ഭയം വിട്ടുപോയിട്ടില്ല. ഇത് കണ്ടിട്ട് ഈശോ പറയുന്നു, എന്താണ്, പിതാവായ ദൈവം എന്നെ അയച്ചതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ അയക്കാൻ പോകുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? ഈശോയുടെ നിശ്വാസം, അതായത് ഞാനിപ്പോ സംസാരിക്കുമ്പോ എന്താ പുറത്തോട്ട് വരുന്നത്? വിശ്വാസം. ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു സാധനം നിരന്തരം പുറത്തോട്ട് പോകുന്നുണ്ട്, അല്ലേ? അത് നിങ്ങൾ ആരും കാണുന്നില്ല, ഞാനും കാണുന്നില്ല. അതാണ് വായു, അല്ലേ? ഈ വായു എന്ന് പറഞ്ഞത് ജീവന്റെ ശ്വാസമാണ്, ഈശോയുടെ ജീവവായുവാണ്. ഈ ജീവവായുവിനെ ആരും കാണാത്തത് കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൊ ഈ ജീവവായു ശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ ഈ ജീവവായുവിനെ സ്വീകരിക്കുക. അപ്പോഴേക്കും ഇവരില് അതായത് സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കൈനീട്ടി വാങ്ങിക്കാം. പക്ഷെ ജീവവായു ശ്വസിക്കുന്ന ഇതിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ആത്മാവ് കൊണ്ട് സ്വീകരിക്കണം, അല്ലേ? കയ്യോ കാലോ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, ആത്മാവ് കൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്വീകരിക്കണം. ആത്മാവ് അത് സ്വീകരിക്കാൻ തക്കവിധം ദൈവം അവരുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ ആത്മാവിനെ റിലാക്സേഷൻ കൊടുത്തു വന്നതിന് ശേഷമാണ് ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവരുടെ ആത്മാവും ശരീരത്തെയും പ്രാപ്തമാക്കി കഴിഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത് അതായത് പരിശുദ്ധാത്മാവിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഈ പരിശുദ്ധാത്മാവാണ് ചരട് വലിക്കുന്നത്. ഈ പാവക്കൂത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കളി. ശരിക്കും പറഞ്ഞ പാവകളല്ല, അല്ലെ? ഒരു വ്യക്തി അവിടെ ഇരുന്ന് ചരട് വലിക്കുകയാണ്. ചരടെങ്ങാനും പൊട്ടിപ്പോയാൽ കഴിഞ്ഞു, അല്ലേ? എന്ന പോലെയാണ് ഈ പരിശുദ്ധാത്മാവാകുന്ന ചരടിൽ നമ്മൾ എപ്പോഴും കടിച്ചൂങ്ങി കിടന്നു കഴിഞ്ഞാല് നമുക്ക് പരിക്കുകളൊന്നും ഇല്ലാണ്ട്, അപകടങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമുക്ക് പരിക്കുകളില്ലാതെ ആത്മനഷ്ടം വരുത്താതെ ദൈവം നമ്മളെ സഹായിക്കും. ഇതുപോലെയാണ് എന്ന് പറഞ്ഞ ഈ ശിഷ്യന്മാര് വളരെ നല്ല കംഫർട്ടായിട്ടാണ് ഇവരെല്ലാം മരിച്ചത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ ശിഷ്യന്മാരുടെ മരണം എന്ന് പറഞ്ഞാൽ അതിദയനീയവും ദാരുണവുമായിരുന്നു, അല്ലെ? ഇവർക്ക് എങ്ങനെ കിട്ടി? ഒളിച്ചിരുന്ന ഈ എന്താണ് യഹൂദരെ ഭയന്ന് ഒളിച്ചിരുന്ന ഈ ശിഷ്യന്മാരെങ്ങനെയാണ് പുറത്ത് ഇറങ്ങി ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി കിട്ടിയത്? ഈ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളില് ഈശോ പറഞ്ഞു, നിങ്ങൾ ശ്വസിച്ച് ഈശോയുടെ ശ്വാസം സ്വീകരിക്കുക. അതായത് ഈശോ കൊടുത്ത വൈരമോ രത്നമോ ഒന്നും അല്ല കൊടുത്തത്. ഈശോ വചനം വടിയോ ഒന്നും കൊടുത്തില്ല. എന്താ കൊടുത്തത്? ഈശോയുടെ ജീവവായുവാണ് കൊടുത്തത്, അല്ലെ? ജീവവായു ഞാൻ സ്വീകരിക്കുമ്പോ അവിടെ നമ്മളൊന്നും കാണുന്നില്ലെങ്കിലും ഇത് ആത്മാവിലാണ് ഇതെല്ലാം സംഭവിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു രക്ഷയില്ല, അല്ലെ? അപ്പോ ഈ ഒരു കാര്യത്തിൽ നമുക്ക്
പരിശുദ്ധാത്മാവിന് ഇപ്പൊ നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഫീസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി പ്രിപ്പയർഡ് ആകണം. അതായത് ഈ ലോകത്തിൽ കാണാൻ പറ്റാത്ത ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ നമുക്ക് ഒരിക്കൽ ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞാല് നമ്മള് പാപത്തിന്റെ ഭീകരമായ ആക്രമണത്തിൽ ഇരയാകും അല്ലെ. ഇപ്പൊ നമ്മള് എത്ര സേഫ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നമ്മള് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ നമ്മള് ആശ്രയിക്കാതിരുന്നു കഴിഞ്ഞാല് നമ്മള് നമ്മളുടെ ആത്മാവിനെ വലിയൊരു കെണിയിലേക്ക് തള്ളിയിടുന്ന പോലെയാണ്. അപ്പോ ഈ പരിശുദ്ധാത്മാവ് ഉള്ളവൻ എത്ര ഭാഗ്യവാനാണ് അല്ലെ. പരിശുദ്ധാത്മാവുള്ള ഞാനും നിങ്ങളൊക്കെ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ നമ്മളിപ്പോ നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ഞാൻ മിക്കവരോടും പറയുന്ന കാര്യം, മക്കളെ കുറിച്ച് വിഷമിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പോലും ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. നിങ്ങള് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്ക് മക്കളെ. ഞാൻ ചെയ്യുന്നതിൽ എനിക്കും ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ കഴിവില്ല എനിക്ക്. അതായത് എന്റെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു കംഫർട്ടായിട്ടുള്ളൊരു അവസ്ഥ. ഞാൻ ആരോടെങ്കിലും ഒരു പ്രെയർ, ഞാൻ ഇന്നലെ ഒരാളോട് പ്രെയർ റിക്വസ്റ്റ് എന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വേദന. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞു അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും മക്കളൊക്കെ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോ അതോർത്ത് വിഷമിച്ചു. കാരണം എന്റെ കൂടെ ഉണ്ടായ പരിശുദ്ധാത്മാവ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പരിശുദ്ധാത്മാവിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാതെ വേറൊരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ രണ്ടാം ഘടകമായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ആരോട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഹോളി സ്പിരിറ്റിനോട് പറഞ്ഞിട്ട്, വേറെ ആരോട് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ആദ്യത്തെ പ്രയോറിറ്റി അല്ലെങ്കിൽ ആദ്യം നമ്മള് സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ശക്തിക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരാജയം നമ്മുടെ മുമ്പിൽ കൂടി കാണാം, പക്ഷെ നമ്മൾക്ക് വിജയം സുനിശ്ചിതമാണ്. പരാജയം ഉണ്ടാവില്ല. ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോ പിശാച് വിചാരിച്ചു ഞാനാണ് വിജയി, ഞാൻ വിജയിച്ചു. പക്ഷെ ആ സെക്കൻഡിൽ തന്നെ എല്ലാം തകിടം മറിഞ്ഞു അല്ലെ. അതുപോലെ മറിയം പുരുഷന്റെ ചുവട്ടിൽ നിന്നപ്പോഴേക്കും എല്ലാവരും നിന്ദിച്ച് ആക്ഷേപിച്ചു. പക്ഷെ ഈ ലോകത്തിന്റെ രാജ്ഞിയായി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതും മറിയം തന്നെയാണ്. അതിനേക്കാൾ വലിയൊരു അമ്മയ്ക്ക് കൊടുത്തൊരു സ്ഥാനം പോലെ ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും കൊടുത്തിട്ടില്ല, ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. അത്രമാത്രം കൃപയുള്ള അമ്മയുടെ മുമ്പിലാണ് ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് ഉയരാതെ, അതായത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്റെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മണവാളം വരാതിരിക്കും. മണവാളനും കൂടി വരും. മണവാളം വന്നു കഴിഞ്ഞാൽ സ്വർഗം മുഴുവനും വരും അല്ലെ. ഒരാള് പോലും അപ്പൊ സ്വർഗത്തിൽ ആരും ഉണ്ടാവില്ല. ആരുണ്ടാവും? ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് കുളങ്ങര പറയുന്നുണ്ടായിരുന്നു, എന്താണ് സ്വർഗത്തില് ദൈവം എന്ത് വഴക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രയും വിവേകമില്ലാതെ, ഇത്രയും എന്താണ് ലോകം ചുറ്റി സഞ്ചരിച്ചാലൊന്നും നമുക്ക് ബോധം ഉണ്ടാവില്ല. ഈ ലോകത്തില് ദൈവത്തിന്റെ പദ്ധതികളുമായി മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും മാച്ച് ആവില്ല അല്ലെ. എല്ലാ കാര്യത്തിലും ദൈവത്തിനൊരു സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് എന്താണ് ക്രൂരത കാണിക്കുന്ന ഓരോ വ്യക്തികളെയും ആ സമയത്ത് വെടിവെച്ച് കൊന്നിട്ടാ പോരായിരുന്നു. വെറുതെ ഒന്ന് നോക്കിയാൽ മതി, വെടിയൊന്നും വേണ്ട അല്ലെ. വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ദൈവത്തിന്റെ നഗ്നനേത്രങ്ങൾ മനുഷ്യന്റെ അവയവങ്ങളിൽ, അതായത് ശരീരത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം പവറാണ്. ദൈവിക സാന്നിധ്യം ഒരു മനുഷ്യ ശരീരത്തിനും താങ്ങാൻ പറ്റില്ല. മറിയത്തിന് പോലും പറ്റില്ല. മറിയത്തിന് പോലും മറിയം ഈശോയുടെ ആ ദൂതൻ വന്നപ്പോഴേക്കും മറിയം ഭയപ്പെട്ടു എന്നാ പറയണത് അല്ലെ. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മറിയം ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാരണം മറിയം ഇത്രയും പരിശുദ്ധയായി ജീവിച്ചിട്ട് പോലും ദൈവിക സാന്നിധ്യത്തെ അത്രമാത്രം ഭയത്തോടു കൂടെയാണ് സ്വീകരിച്ചതുപോലെ എല്ലാ എന്താണ് ദൈവത്തെ സ്നേഹിച്ചിരുന്ന എല്ലാ വിശുദ്ധരും കമിഴ്ന്ന് വീണു എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ ഒരു ശരീരവും നിവർന്നു നിൽക്കുവാനുള്ള ശക്തി ഒരു ശരീരത്തിനും ഇല്ല. അതുകൊണ്ടാണ് കമിഴ്ന്ന് വീഴണത്.
അപ്പോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മുമ്പിൽ ഈ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും മുമ്പിട്ട് ആരാധിക്കും. അതുകൊണ്ടാണ് കാലം മുട്ടും മടങ്ങും എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു പള്ളിയില് പ്രേയർ നടക്കുകയാണ്. ഒരു പട്ടി, ഒരു സാധാരണ വീട്ടിൽ വളർത്തുന്ന പട്ടി പോലത്തെ ഒരു പട്ടിയാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒരു അലസഭാവത്തോടെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോ ആ പട്ടി മുട്ടുകാല് രണ്ടും ഇങ്ങനെ മടക്കി ഒരു ആരാധനപൂർവ്വം നിൽക്കുന്നു. ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുന്നു. അതായത് ഒരു മുമ്പിൽ എന്തോ ഒരു വലിയൊരു ബഹുമാനം കൊടുത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ അതുപോലെ നിൽക്കുന്നു. പക്ഷെ പട്ടിയാണെന്ന് ഓർക്കണം, മനുഷ്യനല്ല. മനുഷ്യൻ നിൽക്കുന്നത് ഒരു ഒറ്റക്കാലിലോ ഇങ്ങനെ അലംഭാവമായിട്ട് മനസ്സതയോടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊരു വീഡിയോ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടേക്കണം. അപ്പൊ ഞാൻ ദൈവമേ, ഒന്നും അറിയാൻ പാടില്ലാത്തൊരു ജീവി ഇത്രമാത്രം ദൈവത്തെ ആരാധിക്കുവാൻ അവന്റെ ശരീരം കൊണ്ട് അത് റെസ്പോൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്തോരം ചെയ്താൽ മതിയാവും. നമുക്ക് പ്രത്യേകം, കാരണം എന്താ കാര്യം, പട്ടികൾക്കൊന്നും പരിശുദ്ധാത്മാവില്ലെന്ന് വിചാരിക്കരുത്. പട്ടികൾക്ക് എല്ലാ സർവ്വജീവജാലങ്ങൾക്കും പരിശുദ്ധാത്മാവുണ്ട്. ആ ശുദ്ധാത്മാവുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയെന്ന്. ഈ ലോകത്ത് സർവ്വ പ്രപഞ്ചങ്ങളിലും പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ആ ഒരു കൃപയെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും നിലനിർത്തുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി കരുണ, തിരുരക്തമേ